അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ ഒരു ബറക്കത്തുമില്ല, ഒരു നിഅമത്തുമില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ഒരു ബറക്കത്തും നിഅമത്തും ഒരു ഐശ്വര്യമൊന്നുമില്ല. അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവാൻ, ജീവിതത്തിൽ നമ്മളിലൊക്കെ ബർക്കത്തുണ്ടാവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾക്ക് ജോലി ശരിയാവില്ല, ചില ആളുകൾക്ക് വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്, ചില ആളുകൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ പ്രശ്നങ്ങളാണ്, ചില ആളുകൾ അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, ചില വീട്ടിലെന്നും രോഗങ്ങളാണ്, എത്ര കിട്ടിയാലും മതിയാകൂല, ഇങ്ങനെ ഒരു ബർക്കത്തില്ല. അപ്പോൾ ആ ബറക്കത്ത് ഉണ്ടാവാനുള്ള ഒരു മാർഗമാണ് ഇപ്പം ഞാൻ പറയുന്നത്. ബറക്കത്ത് ഉണ്ടാവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും വീട്ടിലുള്ള എല്ലാവരും 5 വഖത്ത് കറക്റ്റായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് നേടിയാലും എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാകൂല, അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. കറക്റ്റ് 5 വഖത്ത് നിസ്കരിക്കുക, അതോടുകൂടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബറക്കത്തും നിഅമത്തും അള്ളാഹു നമുക്ക് ഇറക്കിത്തരും. ഖുർആനിലുള്ള ഒരു ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ആയത്തുൽ കുർസി. ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി നമ്മൾ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എഴുതണം. ഒലോടുകൂടി നല്ല നിയ്യത്തോടു കൂടി എഴുതി നമ്മളെ പോക്കറ്റിൽ വെക്കുകയും ഒന്ന് വീട്ടിൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്യുകയും അതോടുകൂടി ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 പ്രാവശ്യം ചൊല്ലുകയും സുബ്ഹിക്ക് ശേഷം 21 പ്രാവശ്യം, ഈ 3 പ്രാവശ്യം ചൊല്ലുന്നതോടുകൂടി 21 പ്രാവശ്യം ചൊല്ലുക. 19 പ്രാവശ്യം 18 പ്രാവശ്യം എൻ്റെ കൂടെ കൂട്ടി 21 പ്രാവശ്യമാക്കുക. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 21 പ്രാവശ്യവും ചൊല്ലുക, ദുആ ചെയ്യുക. നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അള്ളാഹുവിലേക്ക് അർപ്പിക്കുക, അള്ളാഹുവിൽ ഏൽപ്പിക്കുക. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവെ, ഞാൻ ഓതിയ ഈ ഖുർആൻ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ ജോലിയിലുമൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. ഇങ്ങനെ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ വീട്ടിലും നമ്മിലും ജോലിയിലുമൊക്കെ ഖൈറും ബറക്കത്തും നിഅമത്തും അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ വോയിസ് പൂർണ്ണമായി കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.